ഹായ്, ഇന്നത്തെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു അറബിക് റൈസാണ് മെഹ്മൂസ് കുതൈഫി. ഇത് പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഈ ഒരു റൈസ് നമുക്ക് കഴിച്ചാൽ മടുപ്പ് വരാത്തൊരു റൈസാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 4 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ടൊന്ന് കാരമലൈസ് ആയിട്ട് കിട്ടണേ, അതുവരെ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ റൈസിൻ്റെ ടേസ്റ്റ് തന്നെ ഈ സവാളൻ്റെ കാരമലൈസ് ആയ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു പാത്രം മാറ്റിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചിക്കൻ വലിയ പീസാണ്, അതുകൊണ്ട് ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ചിക്കൻ 2 പീസാക്കിയതാണ്. കഴിയുന്നത് ചെറിയ ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. 1 കിലോ താഴെ ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു വെളുത്തുള്ളി ഇതേപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഡ്രൈ ലെമൺ, 2 ബേ ലീഫ്, 2 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാപ്രിക്ക പൗഡറാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കാം, പക്ഷേ പാപ്രിക്ക പൗഡർ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് എടുക്കുന്നത്, അപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് 20 മിനിറ്റ് വേവിച്ചെടുക്കണേ. ഇതിലേക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തത് 2 കപ്പ് സെല്ല ബസ്മതി റൈസാണ്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ ചിക്കൻ്റെ പീസുകളൊന്ന് മാറ്റി കൊടുക്കട്ടോ. ഈ വെള്ളത്തിൻ്റെ അളവ് ഒന്നും കൂടെ നോക്കണം കേട്ടോ. കുറവുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിയിട്ട് കൊടുക്കട്ടെ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഒന്നുകിൽ പാനിൽ വെച്ചിട്ട് 2 വശം മൊരിയിച്ചെടുക്കുക, അല്ലെങ്കിൽ എയർ ഫ്രയറിൽ ഓവനിൽ വെച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കട്ടോ. അപ്പോൾ ഇതാ ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അത് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.